അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീക്കെൻഡ് വന്നേക്കാണ് കേട്ടോ. വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്രാവശ്യം നമ്മൾ ഒമാനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വീക്കെൻഡാണ്. നമ്മളിങ്ങനെ ചെറിയൊരു ഡ്രൈവ് പോലെ പോവാണ് കേട്ടോ. ഈ റമദാൻ ടൈമാണല്ലോ ഇപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടൈം ഇവിടെ. പൊതുവേ ഡേ ടൈമിലൊക്കെ അധികം ആളുകളൊന്നും പുറത്തങ്ങനെ ഇറങ്ങലുണ്ടാവില്ല. ഇപ്പോൾ വർക്കിന് പോകുന്ന ആളുകളും കാര്യങ്ങളും കാലത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉച്ചയ്ക്കും കാര്യങ്ങൾക്കൊന്നും ആരും ഉണ്ടാവില്ല. പിന്നെ ഈവനിങ് ഒക്കെ ആവുമ്പോൾ ഒരു നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലൊക്കെ ഇങ്ങനെ കിട്ടും. കുറേ നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വല്ലതൊക്കെ കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 6 ആവാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും റോഡിലൊക്കെ നല്ല ഒരു എംപ്റ്റി സ്പേസ് ഇപ്പോൾ കാണുന്ന പോലെ. ഈ ഒരു 6 മണിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു 6-6:30 നേരം ഉണ്ടല്ലോ, കണ്ടോ ആളുകളൊന്നും തീരെ കുറവാണ്, ഭയങ്കര കുറവാണ് ട്രാഫിക്കൊക്കെ. എല്ലാവരും നോമ്പ് തുറക്കാനൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം. നമ്മൾ ഏകദേശം ഒരു 7 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തുന്നത്. അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ കിട്ടിയതിൽ നിന്ന് പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഒരു 2 കട്ട്ലേറ്റും നമ്മൾ വാങ്ങി. പിന്നെ ഒരു കോഫിയും കുടിച്ചു. ടേസ്റ്റ് ഉണ്ടോ? കട്ട്ലേറ്റ് സ്വീറ്റ് നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ. ടീ ഓക്കെ ആയിരുന്നു, നോട്ട് ടു സ്വീറ്റ്. പിന്നെ നമ്മുടെ തേൻ നിലാവ്, അമ്മണി മിഠായി, പിന്നെ നാരങ്ങ മിഠായി അതെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരേപോലത്തെ ബോട്ടിൽസിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞത് നിസ്വേലുള്ള ടെലി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.